2026 കേരള നിയമസഭയിൽ UDF എത്ര സീറ്റിലേക്ക് എത്തും? കേരളം UDF ആയിരിക്കുമോ ഭരിക്കുന്നത്? ഇത്തരത്തിലുള്ള ചില ചിന്തകളാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ജില്ലകൾ തിരിച്ചുള്ള കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് വിലയിരുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നാൽ, തൃശ്ശൂർ ജില്ല നമുക്കറിയാം. തൃശ്ശൂരിൽ നിന്ന് കേൾക്കുമ്പോൾ സുരേഷ് ഗോപി, BJP ഇതൊക്കെ പലർക്കും ഓർമ്മ വരും. സുരേഷ് ഗോപി എടുത്ത ഇടമാണ് തൃശ്ശൂർ. അത് നിയമസഭയിലും അവിടെ പലരുമൊക്കെ എടുക്കുമോ എന്ന് ചോദിക്കാം. ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ പോലും BJPയുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലാണ് നിരീക്ഷണവും വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉള്ള സ്ഥിതിക്ക് UDF എത്ര സീറ്റിലേക്ക് പോകും, LDFന് എവിടെയെല്ലാം ആയിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾക്കൊന്ന് അന്വേഷിക്കാം. 2021 LDFന് 12 ഇടങ്ങളിൽ വിജയമുണ്ടായി. ഒരിടത്ത് മാത്രമാണ് UDFന് വിജയമുണ്ടായത്. അത് ചാലക്കുടിയിൽ മാത്രം. ആകെ തൃശ്ശൂർ ജില്ലയിലുള്ളത് 13 നിയമസഭാ മണ്ഡലങ്ങളാണ്. ചാലക്കുടി, ചേലക്കര, ഗുരുവായൂർ, ഒല്ലൂർ, കൊടുങ്ങല്ലൂര്, ഇരിങ്ങാലക്കുട, മണലൂര്, കയ്പമംഗലം, നാട്ടിക, കുന്നംകുളം, പുതുക്കാട്, വടക്കാഞ്ചേരി. ഇതിൽ CPMന് 7 നിയോജക മണ്ഡലങ്ങളിലും CPIക്ക് 5 നിയോജക മണ്ഡലങ്ങളുമാണുള്ളത്. കോൺഗ്രസിന് 1. ഇങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയ കക്ഷിനില. CPMന്റെ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ചേലക്കരയും ഗുരുവായൂരും ഇരിങ്ങാലക്കുടയും കുന്നംകുളവും മണലൂരും വടക്കാഞ്ചേരിയും പുതുക്കാടുമാണ്. CPIക്ക് ഒരല്പം സ്വാധീനമുള്ള ജില്ലയാണ് തൃശ്ശൂർ. അവരുടെ മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂരും കയ്പമംഗലത്തും ഒല്ലൂരും നാട്ടികയിലും തൃശ്ശൂരിലുമാണ്. ഇതിൽ വടക്കാഞ്ചേരി മണ്ഡലം 2016 അനിൽ അക്കരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 2021 വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. LDF തരംഗത്തിൽ, പിണറായി തരംഗത്തിൽ. അനിലക്കര 2016 വരുമ്പോൾ ലൈഫ് മിഷന്റെ സകല കഥകളും അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് പരാജയമാണ് നേരിടേണ്ടി വന്നത്. 2011 വന്നിട്ട് UDFന് 6 മണ്ഡലങ്ങൾ കൈവശമുണ്ടായിരുന്നു. 7 ഇടം LDFനുമായിരുന്നു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് എവിടെയൊക്കെ നിലനിർത്തും. ഘടകകക്ഷികളുടെ കാര്യം പിന്നീട് വരാം. കോൺഗ്രസ് ഏതൊക്കെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കും? ഇപ്പം സിറ്റിംഗ് സീറ്റായ ചാലക്കുടി അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിർത്തുക തന്നെ ചെയ്യും, ഭരണവിരുദ്ധ വികാരം ഉള്ള സ്ഥിതിക്ക്. രണ്ടാമത് വരുന്നത് ഇരിങ്ങാലക്കുട മണ്ഡലമാണ്. ഇരിങ്ങാലക്കുട മണ്ഡലം നമ്മുടെ മന്ത്രി ബിന്ദു കൊച്ചമ്മയുടേതാണ്. പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന വിജയരാഘവന്റെ സഹധർമ്മിണി. എല്ലാവിധ ആനുകൂല്യങ്ങളും കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം, വലിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കി അത് മുഴുവൻ കുളം തോണ്ടിച്ചു. കുട്ടികളാരും ഇവിടെ പഠിക്കാൻ തന്നെ നിൽക്കുന്നില്ല, വിദേശങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല ഇരിങ്ങാലക്കുടയിലുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ തകർത്ത മന്ത്രി ബിന്ദു കൊച്ചമ്മയെ, ആ പാർട്ടിയെയും ആ മണ്ഡലത്തിൽ നിന്ന് തൂത്തുവാരി എറിയാൻ ജനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ആ മണ്ഡലം തിരിച്ചു വാങ്ങിയിട്ട് അവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ മത്സരിപ്പിക്കും. അത് ആൻ സെബാസ്റ്റ്യനെ രംഗത്തിറക്കുമെന്നാണ് അറിയുന്നത്. ആൻ സെബാസ്റ്റ്യനെ രംഗത്തിറക്കി കഴിഞ്ഞാൽ ആ മണ്ഡലം കോൺഗ്രസിന് പിടിക്കാൻ കഴിയും എന്നുറച്ച വിശ്വാസവും ഉണ്ട്. മൂന്നാമത് വടക്കാഞ്ചേരിയിൽ നല്ല സ്ഥാനാർത്ഥിയെയും ഒത്തൊരുമയോടും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 2016 തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിരുന്ന ഏക മണ്ഡലമായ വടക്കാഞ്ചേരി തിരിച്ചു പിടിക്കാൻ കഴിയും. ഇപ്പോഴും
പിണറായിക്കും മറ്റുമൊക്കെയുള്ള അഴിമതി ആരോപണങ്ങളുടെ കഥകളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഇത് വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ കഴിയണം. കൊടുങ്ങല്ലൂരിലെ CPIക്കൊക്കെ സ്വാധീനമുള്ള മണ്ഡലമാണ്, കോൺഗ്രസിനെയും വിജയിപ്പിച്ചിട്ടുള്ള ഇടമാണ്. TN പ്രതാപൻ 2011 അവിടെ MLA ആയിരുന്നു. TN പ്രതാപനെ തന്നെ വീണ്ടും കൊടുങ്ങല്ലൂരിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ്. TN പ്രതാപന് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചതാണ്. 2024 പോസ്റ്ററൊക്കെ അടിച്ച് പ്രവർത്തനം തുടങ്ങിയതാണ്. അപ്പോഴാണ് വടകരയിൽ നിന്ന് K മുരളീധരൻ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിലെത്തിയത്. K മുരളീധരൻ 8 നിലയിൽ പൊട്ടി, കോൺഗ്രസ്സുകാരെല്ലാം കൂടെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ TN പ്രതാപന് ഈ കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലൊക്കെയുള്ള വോട്ട് നന്നായി സ്വാധീനിക്കാൻ കഴിയും എന്ന് പാർട്ടി കരുതുന്നുണ്ട്. അതുകൊണ്ട് TN പ്രതാപനെ അവിടെ നിർത്തി വിജയിപ്പിക്കുക. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതാപൻ മന്ത്രിയുമാകാം. 5ാമത് വരുന്ന മണ്ഡലം ഗുരുവായൂർ മണ്ഡലമാണ്. ഗുരുവായൂരെ ലീഗാണ് ഇപ്പോൾ ഉള്ളത്. UDFിൽ ലീഗിനാണ് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലീഗിൻ്റെ കയ്യിൽ നിന്ന് ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറുമാണ്. വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് അവിടെ നിർത്താൻ പോകുന്നത് BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെയാണ്. സന്ദീപ് വാര്യർ അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ചിത്രം മാറും. BJP തൃശ്ശൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അപ്പോൾ ഗുരുവായൂരിൽ കനത്ത മത്സരത്തിന് വേദി ഒരുങ്ങുകയാണ്. 6ാമത് വരുന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂരിലെ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ഇടം കൂടിയാണ്. തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള ഇടം 40% ക്രൈസ്തവ വിഭാഗം ഉള്ളവരാണ്. അവിടെയൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് വലിയ സ്വാധീനവുമുണ്ട്. ബിഷപ്പുമാരും വിശ്വാസികളും സഭയും ഒക്കെയായിട്ട് സുരേഷ് ഗോപി വലിയ ബന്ധം വെച്ച് പുലർത്തിയിട്ടുണ്ട്. ആ ബന്ധം ഇപ്പോഴും തുടരുകയാണെന്നുണ്ടെങ്കിൽ BJPക്ക് അനുകൂലമായി മാറും. പക്ഷേ ഭരണവിരുദ്ധ വികാരമൊക്കെ നിൽക്കുമ്പോൾ അത് UDFന് അനുകൂലമാകും എന്നുള്ള കണക്കുകൂട്ടൽ അവർക്കുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനെ അവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. VM സുധീരനെ കൊണ്ടുവരുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. സുധീരനും വിജയിക്കുന്നു, കേരളത്തിൽ UDFും വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും യോഗ്യനാണ് സുധീരൻ. അപ്പോൾ മുഖ്യമന്ത്രിമാരുടെ പട്ടിക കൂടുകയാണ്. 6 മാസം കൂടുമ്പോൾ മുഖ്യമന്ത്രിമാരെ മാറ്റേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരും. കർണാടകയിൽ 2.5 വർഷമായിട്ട് മാറിക്കൊടുക്കാതെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് കൂടി ഒന്ന് ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാൽ സുധീരൻ ചിലപ്പോൾ മത്സരിക്കാൻ തയ്യാറെടുത്തെന്ന് വരാം. അപ്പം വിജയസാധ്യതയുള്ള ഈ 6 ഇടങ്ങളും കോൺഗ്രസ് മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ 6 മണ്ഡലങ്ങൾ നേടും എന്നാണ് അവരുടെ കണക്കുകൂട്ടല്. ചാലക്കുടി, ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, തൃശ്ശൂർ. പിന്നെ ഘടകകക്ഷികൾ നേടാൻ പോകുന്ന മണ്ഡലങ്ങൾ വേറെയാണ്.